നമസ്കാരം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ നഷ്ടമായ ആളും അർത്ഥവും എത്രയെന്ന് അറിയില്ല. ഒരു നാടും കുറേ ജീവിതങ്ങളും കുത്തിയൊലിച്ചു പോയി. ഇനി ആ നാടിനെ പുനരധിവസിപ്പിക്കണം. എന്ത് ചെയ്യാൻ കഴിയും? പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് പവർ പോയിന്റിനൊപ്പം ചേരുന്നു ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ജലഭൗമശാസ്ത്രജ്ഞൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ LR വിനയചന്ദ്രൻ, വിമുക്ത ഭടൻ ശ്രീ മോഹനകുമാരൻ നായർ. 3 പേർക്കും പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ വിഷയത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാം വളരെ വേദനയോടെ മുന്നോട്ട് പോകുന്ന കുറേ ദിവസങ്ങൾ, അതിപ്പോഴും ആ വിങ്ങൽ നമ്മളിൽ നിന്ന് വിട്ടുമാഞ്ഞിട്ടില്ല. എത്ര ജീവനുകൾ, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിരവധി ജീവനുകളാണ്. ആ ജീവനുകളുടെ കണക്കുകൾ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്കറിയാം, ഈ കുന്നുകളെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, അതായത് ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഞങ്ങളും പോകുന്ന ഒരു സാഹചര്യമല്ലേ കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അത് തന്നെ അല്ലേ വാസ്തവം. പ്രത്യേകിച്ച് ഇതൊരു വലിയൊരു സൂചകമാണ്. ഈ സൂചകത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിരവധി മലകളും കുന്നുകളും ഒക്കെയുണ്ട്. അതിനെല്ലാം ഇതേപോലെ അവസ്ഥ ഉണ്ടാകുമെന്ന് പേടിച്ച് ഭയന്നിരിക്കുന്നൊരു കാലഘട്ടമാണോ? തീർച്ചയായും 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് പരിസ്ഥിതിയെയും വികസനത്തെയും കുറിച്ചൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അവർ പങ്കെടുത്തിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഫുൾ ടൈം ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ഏക രാഷ്ട്ര തലവൻ, അല്ലെങ്കിൽ വനിതയാണ്. പങ്കെടുക്കുകയും അവിടെ നടന്ന പ്രസൻറ്റേഷൻസ് എല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ മീറ്റിംഗ് വിളിച്ച് MS സ്വാമിനാഥൻ സാറിനെയും MJK മേനോൻ സാറിനെയൊക്കെ വിളിച്ചിട്ട് വളരെ ഗൗരവമായി ചില തീരുമാനങ്ങൾ എടുത്ത ഒരു തീരുമാനം, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഹിൽ ഏരിയകൾ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കണം. ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുകയല്ല, സംരക്ഷിക്കുക. അങ്ങനെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന, കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗം, ബെൽറ്റിൻ്റെ വളരെ കുറച്ച് ഭാഗം, അവിടം വരെയുള്ള വെസ്റ്റേൺ ഘാട്ട്സ് പ്രദേശം സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചു. 72 ആലോചിക്കണം, എത്ര വർഷം പിറകിലാണ്. എന്തിനാണ് അങ്ങനെ പദ്ധതി ആലോചിച്ചതെന്ന് വെച്ചാൽ, പശ്ചിമഘട്ട മലനിരകൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായൊരു ഹോട്ട്സ്പോട്ടാണെന്നും ആ മലനിരകളായി തന്നെ നിലനിർത്തണമെന്നും, എന്നാൽ ആ മലനിരകളിലെ ആളുകളെ, അവിടെ താമസിക്കുന്നവരെയും ഇനി വരുന്ന ആളുകളെയൊക്കെ ഇറക്കി വിടുകയല്ല, അവർക്ക് ഇതിൻ്റെ മലനിരകളുടെ ഭൂമിശാസ്ത്രവും ആവാസ വ്യവസ്ഥകളോട് മനസ്സിലാക്കി ജീവിക്കാനൊരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ആ പദ്ധതിയൊക്കെ ആരംഭിച്ചത്. ഞാൻ ആ പദ്ധതിയിൽ എൻ്റെ സംസ്ഥാനതല ഓഫീസിൽ 2 വർഷം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ചൊരു പുസ്തകവും ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നു ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മലകൾ നമ്മളോട് ആവശ്യപ്പെടുന്നു, ഞങ്ങളെ കുറച്ചുകൂടി സ്വതന്ത്രമായി വിടണം. പുഴകൾ നമ്മളോട് ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ ഒഴുകാനുള്ള സ്ഥലം ഞങ്ങൾക്ക് തരണം. മണ്ണ് ആവശ്യപ്പെടുന്നു, ആവശ്യമില്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പ്രകൃതി നമ്മളോട് പലതും ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കൂ, ഇന്നലെ ഈ മിനിയാന്ന് ദുരന്തം ഉണ്ടായപ്പോൾ എത്ര ആനകളാണ് സുരക്ഷിതമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, എത്ര നായ്ക്കളാണ് അവിടെ നിന്ന് സുരക്ഷിതമായി ഇറങ്ങിപ്പോയത്, എത്ര പക്ഷിമൃഗാദികളാണ് ഇറങ്ങിപ്പോയത്. അവർക്കിത് മനസ്സിലായി. എത്ര ആദിവാസികളാണ് അവിടെ രക്ഷപ്പെട്ടു പോയത്. അവർക്ക് ഈ ആവാസ വ്യവസ്ഥയുടെ താളം മനസ്സിലായി. പക്ഷേ നമ്മൾ ഗ്രാമവാസികളായ മനുഷ്യർക്കും, അവരെ നയിക്കുന്ന തദ്ദേശ ഭരണകൂടങ്ങൾക്കും, അവരെ നയിക്കുന്ന ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും ഏത് സംവിധാനം, ഞാനൊരു പാർട്ടിയെയോ ഒരു കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിനെയോ അല്ല പറയുന്നത്, നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും എല്ലാം ഇത് മനസ്സിലാക്കുന്നതിനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 22 ഡിഗ്രിക്ക് ചരിവിന് മുകളിലുള്ളൊരു സ്ഥലത്ത് ഒരു കാരണവശാലും കെട്ടിടങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അത് ശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. അവിടെ കൃഷി അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് മലനിരകളാണ്, വലിയ കുന്നുകളാണ്, 1500 മീറ്ററോളം പൊക്കമുള്ള കുന്നാണ്. അവിടെ 3 മലകൾ ചേരുന്ന ഒരു വളരെ ഇടുങ്ങിയ ഒരു പ്രദേശത്തു നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്, ഈ ഉരുൾപൊട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ മലനിരകൾ, പല ഭാഗങ്ങളിലുള്ള മലനിരകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലകളിൽ നിന്നാണ്, മിക്കവാറും എല്ലാ നദികളും. അതുകൊണ്ട് അതിനൊഴുകുവാനുള്ള സ്ഥലം കൊടുക്കണം. അതിൻ്റെ ഒഴുക്കിടങ്ങൾ നമ്മൾ അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അശാസ്ത്രീയമായി നമ്മൾ ഉപയോഗിച്ചാൽ അത് അതിൻ്റെ തടം തേടും. അതിൻ്റെ ഒഴുക്ക് രീതി അത് മനസ്സിലാക്കി വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവും. ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനത്താണ് ഇത് നടന്നിരിക്കുന്നത്.
പുഴ ഉത്ഭവിക്കുന്നത് ഈ മലകളിൽ നിന്നാണ്. ചാലിയാർ പുഴ രണ്ടായി മാറി. ആ ഹെഡ് തലഭാഗത്ത് രണ്ടായി പുഴ അതിൻ്റെ വഴിയെടുക്കും. കാരണം വെള്ളം കറണ്ടും കൂടി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തരുന്നൊരു വസ്തുവാണ്. അതിനകത്ത് കറണ്ടുണ്ട്, ഒരുപാട് വൈദ്യുത ഊർജ്ജമുണ്ട് അതിനകത്ത്. അത് തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു വിഭവം കൂടിയാണത്. അപ്പോൾ അതങ്ങനെ ആ നിലത്തിൽ പ്രകൃതിയെ നമുക്ക് കാണേണ്ടതുണ്ട്. മല മാത്രം ഒന്നിച്ചല്ല പറയുന്നത്, മലയും മഴയും കൂടി ചേർന്നാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടിൽ 900 മില്ലിമീറ്റർ മഴ കിട്ടുമ്പോൾ അവിടെ 6000 മില്ലിമീറ്റർ മഴയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 5000 മില്ലിമീറ്ററാണ്. നമ്മളോട് പറയുന്നത് വളരെ ലളിതമായി പറയുന്ന ഭൂമിശാസ്ത്രമാണ്. ശരി. ശ്രീ LR വിനയേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഗാഡ്ഗിലോ കസ്തൂരി രംഗനോ ഒക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറമാണ് അപകട സൂചന. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടു, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു, അത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് അതിഭീകരമായ ദൃശ്യങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ അതിഭീകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ നിമിഷവും നമ്മളിൽ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഞാനും താങ്കളും അടക്കമുള്ളവർ അത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി എഴുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അപകടം, ഈ സൂചനയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുമോ, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ നമ്മുടെ മുന്നിലുള്ളത്? നമ്മുടെ ഭൂപ്രകൃതിക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ശ്രീ ജോയി നായർ. നമ്മളത് കാണാതെ പോകാൻ കഴിയില്ല. കാര്യം ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ആഴപ്പാറയിൽ നിന്ന് അത് നമ്മൾ ഈ പറയാറുണ്ടല്ലോ, പരശുരാമൻ മഴുവെറിഞ്ഞ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് അതിൻ്റെ ഒരു യാഥാസ്ഥിതിക വശമുണ്ട്, ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് ഡെക്കാൻ പീഠഭൂമി ആഴപ്പാറ ഉയർന്നു വരികയും അവിടെ നിന്ന് സമുദ്രം പിന്മാറുകയും അങ്ങനെ രൂപം പൂണ്ട ഒരു ഭൂമിയാണ് പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. ആ ഭൂമി, അപ്പോൾ അങ്ങനെ ഉണ്ടായ ഭൂമി തീർച്ചയായും ഇനി അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ഭൂമി ബാലൻസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ശ്രീ ജോയി നായർ. അത് നമുക്ക് വലിയ ഇതൊന്നും വേണ്ട. ഭൂമി ഒരു പ്രത്യേക ബാലൻസിലാണ് നിൽക്കുന്നത്, ഒരു സാൻഡ്വിച്ച് പോലെയാണ്. കാര്യം ഇതിനടിയിലൂടെ ഉറവയുണ്ട്. അപ്പോൾ ഇതിനടിയിലൂടെ ഉറവയുണ്ട് എന്നതിന് വ്യക്തമാണ് ഞാൻ പറഞ്ഞ ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ഉള്ളത് കണ്ടുകൊണ്ട് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നടത്തണമായിരുന്നു. സുഭാഷ് ബാബു സാറ് അടിവരയിട്ട് എപ്പോഴും, സാറിനോടൊപ്പം ഒത്തിരി ചർച്ചകളിൽ പങ്കെടുത്തിട്ടൊരാളെന്നുള്ള നിലയിൽ സാർ അടിവരയിട്ട് പറയുന്നതും അതാണ്. ഇനി ശ്രീ ജോയി നായർ, നമ്മുടെ സിസ്റ്റം ഇവിടെ ഈ 318 പേർ നമ്മുടെ മുന്നിൽ, കുട്ടികളടക്കം, പിഞ്ചു പൈതങ്ങളടക്കം, നമുക്ക് ഇറാനെയും ഇയാനെയും ഒന്നും മറക്കാൻ കഴിയില്ല. അവരിപ്പോൾ പെങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം ഇന്നൊരു മാധ്യമത്തിൽ വന്നു. അതുപോലെയുള്ള എത്രയോ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികൾ പേറിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. പക്ഷേ ഇത് എവിടെയാണ് തിരുത്തേണ്ടിയിരുന്നത്? പരസ്പരം പഴിചാരുന്നതിന് പകരം പരിഹാരം കാണേണ്ടിയിരുന്നു ശ്രീ ജോയി നായർ. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഓറഞ്ച് അലർട്ടിലായിരുന്നു. ഓറഞ്ച് അലർട്ടിലായിരിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ കരുതിയിരുന്നോളൂ എന്നുള്ളൊരു കാര്യമില്ലേ? അതുതന്നെയാണ് മെഹോപത്ര പറഞ്ഞത്. ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളത്. ആ കരുതിയിരിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് നമ്മളിപ്പോൾ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ ജോയി നായർ. അവിടെയുള്ള ഭരണകൂടം അല്ലെങ്കിൽ തദ്ദേശ ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് അവരെ അത്തരത്തിൽ ബോധവാന്മാരാക്കിയില്ല എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഓറഞ്ച് അലർട്ടല്ലേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ എന്തിനാണ് ഈ ഓറഞ്ച് അലർട്ട്? എനിക്ക് മനസ്സിലാക്കുന്ന റെഡ് അലർട്ടിന് മുന്നുള്ള കരുതലാണ് അല്ലേ? യെല്ലോ അതിന് മുമ്പാണ്. 25 മുതൽ 28 വരെ യെല്ലോയും അതിനുശേഷം 29-ാം തീയതി ഓറഞ്ച് അലർട്ടുമായിരുന്നു. അപ്പോൾ അവിടെ ഞാനത് പറയാതെ പോയേനെ. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത്, ഒരു JCB പ്രവർത്തിക്കുന്ന ഒരാളെ ഈ രാത്രി 1 മണിക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾ കണ്ടതായും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയും ചെയ്തതായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം നേരിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷമാണ് 4:10 ഈ ദുരന്തം രണ്ടാമതുണ്ടാകുന്നത്. അപ്പോൾ ഇവർ നേരത്തെ എന്തുകൊണ്ട് ഈ മുൻകരുതൽ എടുത്തില്ല ശ്രീ ജോയി നായർ? ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല എന്നറിയാം. പക്ഷേ നമ്മുടെ
ഭരണ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ നമ്മളും ജോലിയെടുത്ത് അന്നം കഴിക്കുന്നവരാണ്. പക്ഷേ ആ ജോലിയെടുക്കുന്നവർ അവർക്ക് ഈ നിരപരാധികൾ ലയങ്ങളിൽ അധിവസിക്കുന്നവരുടെ ജീവിത രീതി ശ്രീ ജോയ് നായർ നമ്മൾ ബോണക്കാടൊക്കെ പോയി കണ്ടിട്ടുള്ളതല്ലേ? ശരി. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനായി ബോണക്കാടൊക്കെ പോയി കണ്ടിട്ടുള്ളതല്ലേ? അങ്ങനെയുള്ള നിരപരാധികൾ അത്താഴപ്പട്ടിണിക്കാരാണ് ഇതിലധികവും ഒലിച്ചുപോയത് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ ജോയ് നായർ. വിമുക്ത ഭടൻ ശ്രീ മോഹനകുമാരൻ നായർ, തീർച്ചയായും താങ്കളെപ്പോലെ താങ്കൾ ഉൾപ്പെടുന്ന ആ സമൂഹത്തെ ഞങ്ങൾ വളരെയധികം ഈ സമയത്ത് കൈകൂപ്പി വന്നിക്കുന്നു. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കൃത്യത്തിൽ പങ്കെടുക്കുകയും ഈ ജീവനുകൾ കുറേയെങ്കിലും രക്ഷിക്കാൻ പണിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കളടങ്ങുന്ന ആ ഒരു സമൂഹമാണ്. അതുകൊണ്ട് ആ സൈനിക സമൂഹത്തിന് ഒരു സല്യൂട്ട്. അവിടെ ഇപ്പോൾ ഈ താങ്കൾ അവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ഇത് ഒരു പക്ഷേ ഇത്തരം കാഴ്ചകൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിലേക്ക് പോയി ഇത്തരം കാഴ്ചകൾ കാണുന്നത് അത് വളരെ ചുരുക്കമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്നാണ് പറയാം? ചുരുക്കി പറയാനുള്ള സമയം മാത്രമേ ഇവിടെ ഉള്ളൂ സർ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ പറയാം. കേരളത്തിൻ്റെ 3 ഭാഗത്ത് ഏറെക്കുറെ വലിയ വലിയ മലകളുണ്ട്. അതിനേക്കാളും വളരെ വളരെ വലിയ മലകൾ ഉള്ള സ്ഥലങ്ങളാണ് പത്താൻകോട് കഴിഞ്ഞിട്ട് മുകളിലോട്ട് JNK സൈഡിൻ്റെ 3 ഭാഗവും ഹിമാചൽ പ്രദേശും ഈസ്റ്റേൺ സൈഡിൽ. ഇവിടങ്ങളിൽ ഇവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ പേര് ഞങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു വന്നത് സ്ലൈഡിങ് എന്നാണ്. ഈ സ്ലൈഡിങ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നത്. അപ്പോൾ ഇതിനേക്കാളും വളരെ മോശമായ അവസ്ഥകളുള്ള ആ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുന്നില്ല? നമ്മളത് ഗാഢമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കാർഗിൽ എന്ന് പറയുന്ന സ്ഥലം 99-ലാണ് പബ്ലിക് ഏറെക്കുറെ അറിഞ്ഞു തുടങ്ങിയത്. 88, 89, 90 ആ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് സുരു നദി. അതുപോലെ ആ സ്ഥലത്ത് പല സമയങ്ങളിലും നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. 1, 2, 4, 5, 6 കാഷ്വാലിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് കുറേ ഭാഗങ്ങൾ മാത്രം, ഇതുപോലെയുള്ള കാര്യങ്ങളല്ല. ഈ സാർ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ 2 പേര് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അടിയിൽ ഉറവകളുണ്ട്. ഈ ഉറവകൾ ഇത് മണ്ണും കൂടെ ചേർന്നിട്ട് ഉണ്ടായ വൻ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നതും. ഇനി ഇതിൻ്റെ അടിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് 2 4 പേരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവനോടെ എടുത്തു, ഇല്ലേ? അതെ. അപ്പോൾ അതുപോലെ ഇനി എത്ര ജീവനുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, എവിടെ ഇപ്പോൾ സാർ, ഇവിടെ ഈ 2015 ശേഷം ഈ കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ മാറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കേരളീയർ ഇനി എത്രത്തോളം ഭയപ്പെട്ട് മുന്നോട്ട് പോകണം? ഭയപ്പെടണ്ട. നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, നമുക്ക് ഓരോ കാലഘട്ടം ഉണ്ടല്ലോ മനുഷ്യന്. കുഞ്ഞുനാൾ മുതൽ വയസ്സാകുന്ന ഒരാൾ വരെ, ഒരു 80 വയസ്സ് വരെ എടുക്കുക, ഒരാളിൻ്റെ ആയുസ് എടുക്കുക. ഓരോ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ സമയമുണ്ട്. അതുപോലെ പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു താളമുണ്ട്. എന്താ അതിൻ്റെ താളം? കാർബൺ സൈക്കിൾ, കാർബൺ ചക്രം, നൈട്രജൻ ചക്രം, സോളാർ ചക്രം, സോളാർ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, ജലചക്രം, ഇതിൻ്റെയൊക്കെ പുറത്താണ് പ്രകൃതി ഓടുന്നത്, ഭൂമി സഞ്ചരിക്കുന്നതിന് ഓടുന്നതുമൊക്കെ. ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട്. ഭൂമിയുടെ ചരിവ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. സൂര്യപ്രകാശത്തിലും ചൂടിലും വ്യത്യാസം വന്നിട്ടുണ്ട്. മഴയുടെ മാറ്റത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മണ്ണിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഇല്ലാതാക്കിയ കുറേ പ്രകൃതി വിഭവങ്ങളുടെ കഥകളുണ്ട്. ഇനി ഇതാണ് കേരളം എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. തീരം മുതൽ കടൽ വരെ സുരക്ഷിതമായിരുന്ന കേരളത്തിൽ തീരപ്രദേശത്താണെങ്കിൽ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും വല്ലാതെ ചൂടാകുകയാണ്. അപ്പോൾ 20 ദിവസം ചൂടായിരുന്നത് ഇപ്പോൾ 200 ദിവസം ചൂടാവുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നം തീരത്തുണ്ടാവും. മലനാട്ടിൽ ഇതുപോലെ മഴ 8 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വന്നിരുന്ന മഴ 14 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയി. നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. എന്നാൽ നമ്മുടെ ഇടപെടൽ വേറെ ഉണ്ട്. മനുഷ്യപ്രേതമായ കുറേ ഇടപെടലുണ്ട്. ഇതൊക്കെ സംഭവിക്കും. മഴത്തുള്ളികളുടെ കനം കൂടി, പിന്നെ ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടാണ് മാറിക്കഴിഞ്ഞു. ഭൂമിശാസ്ത്രം മാറി. കേരളത്തിൻ്റെ
വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്ന 30-ാം തീയതിയുടെ തലേ ദിവസം വരെ 29-ാം തീയതി വരെ കണക്കെടുത്താൽ IMDയുടെ കണക്കിൽ 22% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. ജില്ലയിൽ 22% കുറച്ച് കിട്ടുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ 3 മലകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയയിൽ വലിയ മഴ പെയ്തിരിക്കുന്നു. അപ്പോൾ നോക്കൂ, മഴയുടെ വിതരണത്തിൽ സ്ഥലത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ വ്യത്യാസം ഇനി തിരിച്ചറിയണം. പണ്ട് നമ്മൾ കേരളത്തെ മൊത്തത്തിൽ മഴ പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ മഴ പറയുന്നു. ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മഴ പറയുന്ന പുതിയ കാലത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മഴ പറയുമ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് എത്ര മഴ പെയ്യുമെന്നും അതെവിടെയാണ് പെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഡേറ്റ താഴെയുണ്ട് പഞ്ചായത്തുകളിൽ. ഈ ഡേറ്റ എല്ലാം എടുത്ത് പുറത്തെടുക്കേണ്ട സമയമായി. ഇവിടെ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുമായിട്ടുള്ള ഒരു കളി കിടക്കുന്നുണ്ടല്ലോ. ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുമായിട്ടുള്ള വ്യത്യാസം 1 മില്ലിമീറ്ററാണ്, മഴയാണ്. നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസം 1 മില്ലിമീറ്ററാണ്. 66, 67 ആയാൽ അടുത്ത കാറ്റഗറി ആവും. അങ്ങനെ അല്ലെ 67, 68 ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിൽ നടക്കുന്ന ഒരു സൂചനകളിൽ മാത്രം നിൽക്കുന്നതല്ല ഈ ദുരന്തവും ദുരന്ത നിവാരണവും. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. ആ വലിയ തയ്യാറെടുപ്പ് നടത്തുമ്പോഴും പ്രകൃതി കളിക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും തയ്യാറെടുപ്പ് നടത്തുക. അപ്പോഴും പ്രകൃതി ബഹളമുണ്ടാക്കും. ഇതൊരു ചക്രിക വ്യവസ്ഥയാണ്. അങ്ങനെ പ്രകൃതിയോട് മല്ലിട്ട് ബഹളമുണ്ടാക്കി നമ്മുടെ ആയുസ് കൂട്ടാം, ദുരന്തങ്ങളുടെ ആയുസ് കുറയ്ക്കാം. ഉദാഹരണം പറഞ്ഞുതരാം. ഒഡീഷയിൽ നിരന്തരം കൊടുങ്കാറ്റ് വരുന്നതാണ് എല്ലാ വർഷവും വരും. പക്ഷേ 10,000-കണക്കിന് ആളുകൾ മരിച്ചിടത്ത് നിന്ന് മാറി 10 പേർ 5 പേർ അടക്കം 5 or 6 പേർ മരിക്കുന്ന നിലയിലേക്ക് അവർ ആ സിസ്റ്റത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ കൊച്ചു കുട്ടിക്ക് പോലും അലാറം കേൾക്കുമ്പോൾ അറിയാം അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാറ്റ് വരുമെന്ന്. അവർ മാറും. ആരും അവിടെ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട, അവർ കൃത്യമായിട്ട് മാറി ക്യാമ്പുകളിലേക്കോ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറും. ജപ്പാൻ ഭൂകമ്പങ്ങളുടെ നാടായിരുന്നു. ഇന്ന് ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് ഭൂകമ്പം ഇന്നും ഇന്നലെയും എല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നില്ല? മനുഷ്യർ മരിക്കുന്നില്ല. അവർ ഭൂകമ്പത്തോടൊപ്പം ജീവിക്കാനുള്ള രീതികൾ ക്രമപ്പെടുത്തി. നമ്മൾ ആലോചിക്കേണ്ടത് ഇനി മാറിയ കേരളം 2016 വരൾച്ച മുതൽ ഓഹി, വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലൊക്കെ വന്ന പുതിയ കേരളമാണിത്. പുതിയ ഭൂമിശാസ്ത്രമാണിത്. അതിനനുസരിച്ച് നമ്മുടെ ചിട്ടകൾ, നമ്മുടെ കൃഷിരീതികൾ, നമ്മുടെ നിർമ്മാണ രീതികൾ, നമ്മുടെ ജീവിതശൈലികൾ, വേസ്റ്റിനോടുള്ള നമ്മുടെ സമീപനം, വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിനോടുള്ള നമ്മുടെ രീതികൾ, ഇതെല്ലാം അറിയണ്ടായി. കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ, വാഹനത്തിൻ്റെ കാര്യങ്ങൾ, ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാ സമസ്ത മേഖലയിലും നമ്മൾ ചിന്തിച്ച് മാറി ഓരോ മേഖലയിലും പ്രവർത്തനങ്ങൾ നടത്തി പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് കുറച്ച് കാലം നീട്ടിക്കൊണ്ടുപോകും. അപ്പോൾ വരുന്ന പ്രശ്നം ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും 100% സേഫായിട്ടുള്ള സ്ഥലമുണ്ടാക്കി ജീവിച്ച് കളയാം എന്ന് മനുഷ്യർ ചിന്തിക്കരുത്. പ്രകൃതി വിഭവങ്ങളും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രകൃതി പ്രതിഭാസമില്ലെങ്കിൽ ഭൂമിയില്ല. അതാണ് ഇതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ശാസ്ത്രം. പ്രകൃതിയുടെ പ്രതിഭാസമില്ലെങ്കിൽ ഭൂമിയില്ല, ഭൂമിക്ക് നിൽക്കാൻ പറ്റില്ല. രാത്രി ഉണ്ടാവില്ല, പകലുണ്ടാവില്ല, മഴയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ പ്രതിഭാസം ഉണ്ടെങ്കിലേ ഉള്ളൂ ചലനങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം ജീവിക്കുക. ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പറയുന്നത് എന്താണ്? നഗരങ്ങളിൽ ഗ്രാമങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, നാച്ചുറിനെ തിരിച്ചു വിളിക്കുക നഗരങ്ങളിലേക്ക്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് 9 കുളം നികത്തിയവരാണ്, 8 കുന്നുകൾ ഇടിച്ചു നിരത്തിയവരാണ്, വയലുകളെല്ലാം നശിപ്പിച്ചവരാണ്. ഇനി വയലുകൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും, കുളങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും, ഇനി കുന്നുകൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ കാട് വച്ചു പിടിപ്പിക്കേണ്ടി വരും. അങ്ങനെ പുതിയ കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതിനുള്ള പ്രവർത്തനങ്ങളാണ്. അതെത്ര കണ്ട് ഭംഗിയായി ചെയ്യുമോ അത്ര കണ്ടാണ് നമ്മുടെ ദുരന്തങ്ങളുടെ ആയുസ്, മനുഷ്യൻ്റെ ആയുസ്സിൽ ഞാൻ പറഞ്ഞത്, ദുരന്തങ്ങളുടെ ആയുസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതും. പ്രകൃതിയുടെ പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ വിലങ്ങാട്, കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി. എന്തുകൊണ്ടത് വലിയ വാർത്തയാവുന്നില്ല? ഒരുപാട് ആളുകൾ അങ്ങനെ മരിച്ചിട്ടില്ല. ഉരുൾപൊട്ടൽ വന്നപ്പോൾ ആളുകൾ കുറേ സേഫ് സ്ഥലത്തേക്ക് മാറി. അതേസമയം ഈ സ്ഥലത്ത് തന്നെ വയനാട് തന്നെ ആളുകളൊന്നും മരിച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1-2 പേരെ മരിച്ചിട്ടുള്ളൂ. ഇത് വാർത്തയല്ല. ഇത് ഇത്രയും അധികം ആളുകൾ മരിച്ചു, 2 ഗ്രാമം ഒഴുകിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് വാർത്തയാവുന്നത്. അപ്പോൾ ദുരന്തങ്ങളുടെ ആഘാതം നമുക്ക് കുറയ്ക്കാം, മനുഷ്യൻ്റെ ജീവനെ സ്വത്തിനെ നമുക്ക് കൂടുതൽ രക്ഷിക്കാം. അത് തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ മനുഷ്യർ വിചാരിച്ചാൽ കഴിയും. അതിനുള്ള ശ്രമങ്ങളാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്, പഞ്ചായത്തുകൾ ചെയ്യേണ്ടത്, ജനങ്ങൾ സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനങ്ങൾ 100% സഹകരിച്ചു കൊടുക്കണം. ശ്രീ LR വിനയേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്
ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ആന്ധ്രയിലോ ഒഡീഷയിലോ ഒക്കെ ആയിരിക്കും. അവിടെ ആയിരുന്നല്ലോ ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വളരെ സുരക്ഷിതമാണ് കേരളമെന്ന് കുറേയൊക്കെ അഹങ്കരിച്ചിരുന്നു. കാരണം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ വിരളമായിരുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 2015 ശേഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എല്ലാ വർഷവും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ അന്തരീക്ഷത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാനാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ ഇതിൽ നിന്ന് വിട്ടുനിന്ന് ഈ താഴെ തട്ടിൽ നിന്ന് തന്നെ ഇത്തരം പ്രവർത്തികൾ ആരംഭിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഇനിയെങ്കിലും ഉണ്ട് എന്ന് കരുതാൻ കഴിയുമോ? കാരണം അനുഭവം ഒന്നും രണ്ടും അല്ല, കുറേ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. ഇനിയെങ്കിലും പഠിക്കുമോ? ശ്രീ ജോയി നായർ, ഏറെ പ്രസക്തമായ ഒരു ചോദ്യം. കാര്യം, മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളാണ് നഷ്ടപ്പെട്ടത്. ഒരു വാർഡ് നമുക്കറിയാം, സ്വാഭാവികമായും 900-നും 1000-നും ഇടയിൽ ജനസംഖ്യയുണ്ട്. അങ്ങനെയാണെങ്കിൽ 3000-ഓളം പേർ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ജീവൻ നഷ്ടപ്പെട്ടും അല്ലാതെയും ക്യാമ്പിൽ കഴിയുന്നവരുൾപ്പെടെ. ദുരന്തം എന്ന് നമുക്ക് 3 അക്ഷരത്തിൽ പറയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല അവിടെ സംജാതമായിരിക്കുന്നത്. ശ്രീ ജോയ് നായർ ചോദിച്ചത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതും പറഞ്ഞതുമായിട്ടുള്ളൊരു വാക്കുണ്ട്, സൂചന. അതിൽ 3 വാക്കുണ്ട്. പക്ഷെ അങ്ങനെ ആ സൂചന കാണാനായിരുന്നുവെങ്കിൽ ശ്രീ ജോയി നായർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ഇറക്കിയിരിക്കുന്നൊരു ഓർഡർ ഉണ്ടെന്നേ. എന്താണ്? സാറിനെ പോലെയുള്ളവർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് അത് തിരുത്തി മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തേണ്ടി അല്ല 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 ഇത് ഞാൻ പറഞ്ഞത്, അത് രാഷ്ട്രീയം പറഞ്ഞത്, രാഷ്ട്രീയക്കാരെ പറഞ്ഞതല്ല. അല്ല, ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുകയാണ്, നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒരു പഠനവും നടത്തണ്ട, നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കണ്ട, മാധ്യമപ്രവർത്തകരോടും നിങ്ങൾ ഇടപെടേണ്ടതില്ല. അതാണ് വലിയൊരു ചോദ്യം. ഒരുപക്ഷെ ഇത് ആരറിഞ്ഞു അറിഞ്ഞില്ല എന്നുള്ള രണ്ടാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഉത്തരവിറങ്ങി. കാര്യം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹത്തെ നിക്കക്കള്ളി ഇതാ വന്നു ഇറക്കിയ ഉദ്യോഗസ്ഥന്. ശ്രീ ജോയി നായർ, അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങനോട് ചോദിച്ചതും ഞാൻ അങ്ങയോട് പറഞ്ഞതുമായ സൂചന കണ്ട് പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ എന്നതിൽ എന്തർത്ഥമാണ് ഇരിക്കുന്നത് ശ്രീ ജോയി നായർ? സൂചന കണ്ട് പഠിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്, അല്ലല്ലേ? ഇവിടെ ഒരു പക്ഷേ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ വേദനയുണ്ട്. ആ വേദനയുടെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയമല്ല. പക്ഷെ നമ്മൾ കാണേണ്ടിയിരിക്കുന്ന കാര്യം, ഞാൻ അധിവസിക്കുന്നതും ഈ പറഞ്ഞ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്ന തെന്നൂർ വില്ലേജ് വരുന്ന ബ്രൈമൂറിനെയും പൊന്മുടിക്കും ഇടയ്ക്കുള്ള പ്രദേശത്താണ് ഞാനും അധിവസിക്കുന്നത്. മലകൾക്കിടയിൽ തന്നെയാണ്. അവിടെയും ധാരാളം പാവങ്ങൾ ആരാണ് എന്ന് അങ്ങേക്കറിയാം. നമ്മളവിടെയൊക്കെ സന്ദർശിച്ചിട്ടുള്ളതാണ്. ആ പാവങ്ങളുടെ യാതനകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ആരാണ് എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് രാഷ്ട്രീയമോ ഭരണതലത്തിലോ ഉള്ള കാര്യങ്ങളല്ല. ദുരന്ത നിവാരണം ചെയ്യേണ്ടയാൾ. അത് നമ്മൾ പുച്ഛിച്ച് തള്ളിയില്ലേ ഗാഡ്ഗിലേക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കെ വയനാട് പ്രദേശം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് കൃത്യതയോടുകൂടി വന്നില്ലേ ശ്രീ ജോയി നായർ? കൃത്യതയോടുകൂടി വന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കാണേണ്ട, അല്ലെ, വയനാട് പ്രദേശത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. കാര്യം ചാലിയാറിലൂടെ ഈ സ്വർണത്തിൻ്റെ തരികൾ കാണുകയും ബ്രിട്ടീഷുകാർ അവിടെയൊക്കെ ഖനനം ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. അതും അവിടെയും നിലനിൽക്കുന്നുണ്ട്. ആ ഖനികൾ എത്തരത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? അത് നികത്തിയതാണെങ്കിൽ അവിടെ പശുപശുപ്പുള്ള മണ്ണുണ്ടാകില്ലേ? ഇനി നമ്മുടെ വികസന പ്രവർത്തകന് വികസനം ഉണ്ടാകണ്ട എന്നുള്ളതല്ല, നമ്മളും ആ ചുരത്തിലൂടെ ആ ലൈറ്റെല്ലാം കണ്ട് എൻ്റെയും കുഞ്ഞിനെ അടക്കം സന്തോഷത്തോടുകൂടി ആ ചുരത്തിലൂടെ സഞ്ചരിച്ചവനാണ് ഞാനും. പക്ഷേ അതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറുസൈഡിൽ ഇപ്പോൾ അവിടെയുള്ള ജനത പറയുന്നു, സാറ് പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് നമ്മളും സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്ന എന്താണ്, ഞങ്ങൾക്കിനി ഇവിടെ അധിവസിക്കണ്ട എന്ന്
വിലപിക്കുന്നവരായി മാറി ശ്രീ ജോയി നായർ. സാർ, ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചുരുക്കം വാക്കുകളിൽ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ പുനരധിവാസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അത് വരുന്ന ദിവസങ്ങളിൽ അതിലേക്കുള്ള ചർച്ചകൾ വഴി മാറും. അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നാണ് താങ്കൾ ഈ ഒരു, കാരണം ഈ പ്രദേശത്തുള്ള പലരും അങ്ങോട്ട് തിരിച്ചു പോകാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ തയ്യാറല്ല. അതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് കഴിയുമ്പോൾ നടക്കുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ ഒരു ഫെയർ വാല്യൂ എടുക്കുക, അവർ പോയി ഒരു ഇതൊരു അസസ്മെൻറ്റ് പ്രോസസ്സുണ്ട് ഇതിനകത്ത്. അത് അവിടെയാണ് ഈ ഒരുപാട് തരികിടകളും തട്ടിപ്പുമൊക്കെ നടക്കുന്നത്. അസസ്മെൻറ്റ് നടത്തി എത്ര വീടുണ്ടായിരുന്നു, അത് എത്രയാണ് അതിൻ്റെ ലോസ് കണക്ക് കൂട്ടണം, എന്നിട്ടാണ് അവരെ പുനരധിവസിപ്പിക്കുന്നത്. പക്ഷേ പുനരധിവസിപ്പിക്കുമ്പോഴൊരു പ്രശ്നം, നമ്മൾ ഈ കവളപ്പാറയിലും പുത്തുപൊടിയിലും അല്ലെങ്കിൽ പുത്തുമലയിലും ഒക്കെ കണ്ടൊരു പ്രശ്നം, വീണ്ടും ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയാണ് അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വളരെ വെള്ളം കിട്ടുന്ന, വൈദ്യുതി കിട്ടുന്ന, റോഡ് സുരക്ഷിതമായിട്ടുള്ള, അവർക്ക് ഒരു ഡിഗ്നിറ്റിയോട് താമസിക്കാൻ പറ്റുന്ന പുതിയ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. കാരണം ഭൂമിയുടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സമഗ്രമായ ഒരു ഭൂവിനിയോഗ ചിന്ത കേരളത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ വയനാട് ജില്ല തന്നെ 25 പഞ്ചായത്താണുള്ളത്. അവിടെ മനോഹരമായി താമസിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു വലിയ ദുരന്തങ്ങളൊന്നുമില്ല, താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ടൗൺഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യണം ഗവൺമെൻറ്. അവിടത്തേക്ക് ആളുകളെ മാറ്റണം കുറേശ്ശെ. എന്നിട്ട് ബാക്കി പ്രദേശങ്ങൾ കൃഷിക്കും ശാസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ആ ലാൻഡ് വിടണം. അപ്പോൾ ദുരിൽ പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് കൃഷി പോകുന്നില്ലേ ഉള്ളൂ. കൃഷി ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ബാക്കി ആൾക്കാരുടെ താമസം മുഴുവൻ പുതിയ സെറ്റിൽമെൻറ്റ് പാറ്റേണിലേക്ക് കൊണ്ടുവരണം. കുറച്ച് അധ്വാനമുണ്ട്, പക്ഷേ അത്തരത്തിലുള്ള ചിന്തകളും പഠനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും. എന്തായാലും അത്തരം ചിന്തകൾ തന്നെയാണ് വരുന്ന ദിവസങ്ങളിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം ചിന്തകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു നാടും കുറേ ജീവിതങ്ങളും കുത്തിയൊലിച്ചു പോയിരിക്കുകയാണ്. ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്. അത് ആവർത്തിക്കപ്പെടില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഒപ്പം തന്നെ ശ്രീ LR വിനയേന്ദ്രൻ, ശ്രീ മോഹനകുമാരൻ നായർ. പവർ പോയിന്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.